പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുക. അതിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിയും. പിന്നെ ജാതകമൊക്കെ പരിശോധിച്ച് പറഞ്ഞ 33 വയസ്സ് 9 മാസം ആണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിനാണ് കൃത്യമായിട്ടൊക്കെ സംഭവിച്ചത്. അതിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പോയി നിൽക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ പറ്റുന്ന സാഹചര്യം അതാണില്ലാത്തത്. അതിന് ഉണ്ടെങ്കിൽ തന്നെ അതിനത്ര ആത്മാർത്ഥതയില്ല. അപ്പോൾ അത് അറിഞ്ഞിട്ട് നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു പ്രോഗ്രസ്സാണ്. ശരീരം കൊണ്ട് ആകർഷിക്കുന്നതല്ല. ആ ബിന്ദു നമ്മൾ ഇത് വരയ്ക്കുമല്ലോ, ശ്രീചക്രം, ആ ഡോട്ടുകളാണ്. ആ ഡോട്ട് എന്ന് പറയുന്നത് അത് ശക്തിയാണ്, മഹാശക്തിയാണ്. അത് സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇതോടുകൂടി ജനിച്ചതാണ് സ്ത്രീ. അത് തപസ് ചെയ്തത് ജ്വലിക്കും. കാരണം നമ്മളാണല്ലോ ആകർഷത്തിൽ പോയി വീഴുന്നത്, അത് വീഴില്ല. കാരണം അത് അതായിട്ടിരിക്കുകയാണ്. അപ്പം അത് സാധന ചെയ്ത് അത് ജ്വലിക്കും. അപ്പം അമ്മമാരെയൊക്കെ പറഞ്ഞ് കേടുവരുത്തി നാമം ജപിക്കാൻ പാടില്ല. പ്രസവത്തിന് പോകുമ്പോൾ അവർ എങ്ങനെ നേർച്ച ചെയ്തിട്ടല്ലേ പോകുന്നത്. അവിടെ ഈശ്വരന് ചെല്ലണ്ടേ? ശുദ്ധാശുദ്ധോടെ എങ്ങനെ ചെല്ലി? തമിഴ് ശുദ്ധന്മാരൊക്കെ നല്ലോണം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് വന്നിരുന്നിട്ടാണ് ഈ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. കുറെ പഠിച്ചിട്ട് ദേവിയെ കാണാൻ പറ്റില്ല എന്ന് പ്രസംഗിക്കുന്ന ആൾക്കാർ. അങ്ങനെ ശങ്കരനെ എടുത്ത് തോട്ടിയിടേണ്ടി വരും, ശങ്കരന്റെ സിദ്ധാന്തം എടുത്ത് തോട്ടിയിടേണ്ടി വരും, മൂകാംബിക ദേവി എടുത്ത് തോട്ടിയിടേണ്ടി വരും. ഇതൊക്കെ മൂകാംബികയിൽ കൂടെ പോയിട്ട് വന്നിരുന്നിട്ടാണ് പറയണത്. ഇത് സാധാരണ ഭക്തന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ അത്തരത്തിലിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അത് പറയരുത്. അതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം വിട്ടിട്ട് വന്നിരിക്കുന്ന ആളിനോട് ഇത് പറഞ്ഞാൽ അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും, ലക്ഷ്യാർത്ഥം എന്തെന്ന് മനസ്സിലാവും. ഇത് രണ്ടുമില്ല. എല്ലാവർക്കും ഒരേ വേദിയിൽ ഒരുമിച്ചിരുത്തി വിളമ്പിത്തിരുത്തുക. 5 ശിഷ്യന്മാരുണ്ടെങ്കിൽ 5 ശിഷ്യന്മാർക്ക് ഒരേ ഉപദേശം കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ദേവത വഴിയായിരുന്നു. 5 വീട്ടെടുക്കുക, നല്ലൊന്നും കഴിയുക, കഴിക്കാമെന്ന് പറഞ്ഞു. ഇതിന് 80 ഉള്ളൂ സുഖം. ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാ സ്കൂളുണ്ട്. അപ്പം അദ്ദേഹം 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ അങ്ങോട്ട് ഈ മാലപ്പടക്കത്തിന് തീ കൊടുക്കുന്നത് എവിടെ പോയാലും അവരത് കുഞ്ഞായിട്ട് കണ്ടിട്ട് പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, അനുകരിക്കുന്നത്. അതൊരു രസമാണ്. ഇപ്പോഴാ നിങ്ങളെയൊക്കെ കണ്ടു നമ്മുടെ ഗുരു പറഞ്ഞു തന്നൊരു കാര്യമുണ്ടായിരുന്നു. ആന കുത്തിച്ചാകേണ്ട ഒരു ജീവനെ നമ്മൾ കൊണ്ട് തോട്ടി കൊണ്ടടിച്ചു കൊണ്ടിരുന്നു.